എല്ലാ പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കൾക്കും പുതിരാദ്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇടുക്കി ജില്ലയിലെ കട്ടപ്പനയ്ക്കടുത്തുള്ള അഞ്ചുമുക്ക് എന്ന സ്ഥലത്ത് മിറാക്കിൾ ഫാം ഹൗസിലാണുള്ളത്. നമ്മൾ മുമ്പും ഇവിടെ വന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഫാം ഇവിടെ തുടങ്ങിയ സമയത്ത് അന്ന് നമുക്ക് തൈകളായിരുന്നു കാണാനുണ്ടായിരുന്നത്. കായ്ക്കുമെന്ന് പറഞ്ഞിട്ട് പോയുള്ളൂ. പക്ഷേ 2 വർഷങ്ങൾക്ക് ഇപ്പുറം നമുക്ക് ആപ്പിൾ കായ്ച്ച വീഡിയോസാണ് ചെയ്യാൻ വരുന്നത്. ഇതിൻ്റെ പ്രൂണിങ് അതുപോലെ തന്നെ പരിപാലിക്കേണ്ട രീതിയൊക്കെ മുമ്പ് തന്നെ ചെയ്തുകൊണ്ട് ഇതിലധികം പ്രതിപാദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ ബിജാൻ്റെ തന്നെ മിറാക്കിൾ ഫാം ഹൗസ് എന്ന യൂട്യൂബ് ചാനലിലും ഇതിനെപ്പറ്റിയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അന്ന് ചെയ്തു വെച്ചതും കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും നമ്മൾ ചെയ്തിരുന്നതിൻ്റെ ബാക്കിയായിട്ടാണ് ഈ റിസൾട്ട് വന്നതിന് ശേഷം നമ്മൾ എടുക്കാൻ വരുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് അനുബന്ധമായിട്ടുള്ള കുറേ കാര്യങ്ങളും ഒക്കെ എക്സ്ട്രാ അറിയാനും ഈ ഫാം ഒരിക്കൽ കൂടി വിസിറ്റ് ചെയ്ത് കംപ്ലീറ്റ് എന്നൊരു റിസൾട്ട് എടുക്കാനും കൂടിയാണ് നമ്മളിന്ന് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ ബിജേട്ടൻ നമുക്ക് പറഞ്ഞു തരും. നമസ്കാരം ബിജേട്ടാ. നമസ്കാരം. ഇപ്പോൾ 2 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഈ മിറാക്കിൾ ഫാമിൽ വരുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അന്ന് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ ഇന്ന് നിങ്ങൾ ഫാം നല്ല പക്കയായിട്ടുണ്ട്. നമ്മളന്ന് ഒരു വീഡിയോ ചെയ്തിരുന്നു, ആപ്പിൾ ഇടുക്കിയിൽ കായ്ക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഒരുപാട് വിമർശനം വന്നു, ഇടുക്കിയിൽ കായ്ക്കില്ല എന്ന്. അപ്പോൾ ഇത്ര നാൾ കൂടി 2 വർഷത്തിന് ശേഷം വന്നപ്പോൾ എനിക്കും വളരെ സന്തോഷം. അതുപോലെ ചേട്ടന് ഇതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്ക് അത് ഞാൻ ചേട്ടനെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ ആപ്പിൾ കൃഷിയെപ്പറ്റി ഇനിയെങ്കിലും നമ്മുടെ സാധാരണ കർഷകരെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലായിരുന്നല്ലോ പലരുടെയും കമൻറ്റുകളും റിപ്ലൈകളൊക്കെ. അപ്പോൾ ആ സാധാരണ കർഷകർക്ക് വേണ്ടി നമ്മൾ ചെയ്യുകയാണ് എല്ലാവരുടെയും വീട്ടിൽ ആപ്പിൾ എന്നൊരു കൺസെപ്റ്റിൽ. അപ്പോൾ ചേട്ടൻ ഈ സാധാരണക്കാരോട് പറയാനുള്ളത് എന്താണ്? സാധാരണക്കാരനോട് പറയാനുള്ള മിറാക്കിൾ ഫാം ഹൗസിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ കാണിച്ചു കൊടുത്തു. പറയുന്നതിലുപരി പറയുന്നതിനേക്കാളും ഉപരി കാണുന്നതാണല്ലോ. അതെ അതെ. അപ്പോൾ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം ഇവിടെ വന്നപ്പം അന്ന് നമുക്ക് കായ്ച്ച് തുടങ്ങിയതേ ഉള്ളായിരുന്നു. നമ്മൾ അതിലെ ഏണി വെച്ച് കയറി. അതെ അതെ, ഓർക്കുന്നുണ്ട്. ശരിയാണോ? ഏണി വെച്ച് കയറേണ്ടത് കണ്ടോ? ഇത് അപൂർവമായി ഇന്ത്യയിൽ ഉണ്ടാവാം. ഇത് സ്വിറ്റ്സർലൻഡിൻ്റെ വെറൈറ്റിയാണ് റെഡ് ലവ് എന്ന് പറയുന്ന വെറൈറ്റിയാണ്. കായ്ക്കുന്നുണ്ട് ഒടിഞ്ഞ കമ്പ് നിറച്ച്. ഇതിൻ്റെ ഉൾവശം ചുമലക്കളറിയിരിക്കും. പിന്നെ വേറെ പ്രത്യേകത എന്നാന്ന് വെച്ചാൽ, ഇവിടെ മാത്രമല്ല, കൊല്ലത്തെ പാരിപ്പള്ളിയിൽ ഞങ്ങൾ വീഡിയോ ഇട്ടു. ആപ്പിൾ നല്ല ഭംഗിയായിട്ട് കായ്ച്ചേക്കുന്നു. ഇപ്പോൾ എറണാകുളത്ത് ടൗണിൽ കായ്ച്ചേക്കുന്നു മിറാക്കിൾ ഫാമിൻ്റെ ആപ്പിൾ. ഡൽഹിയിൽ കായ്ച്ചേക്കുന്നു മിറാക്കിൾ ഫാമിൻ്റെ ആപ്പിൾ. അതുപോലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂരിൽ കായ്ച്ചേക്കുന്നു, വീഡിയോ ഇട്ടു മിറാക്കിൾ ഫാമിൻ്റെ. അതുപോലെ തന്നെ വയനാട്ടിൽ കായ്ച്ചേക്കുന്നത് മിറാക്കിൾ ഫാമിൻ്റെ ആപ്പിൾ. തിരുവനന്തപുരം അതുപോലെ തന്നെ തൃശ്ശൂരിലൊക്കെ കായ്ച്ച അനേകം വീഡിയോകൾ വന്നെന്ന്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് തന്നെയും ഒരു ചോദ്യമോ കാര്യങ്ങളോ അല്ല. കാരണം ജനങ്ങൾക്ക് മനസ്സിലായത് ഇപ്പോൾ അനേകർ കൊണ്ടുപോയി അന്നേരം എന്ത് ചെയ്തു, ആപ്പിൾ കച്ചവടം തുടങ്ങി ഒത്തിരി നേഴ്സറിക്കാർ. ഇതിനകത്തൊരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിൾ നല്ല വെറൈറ്റി നല്ല ക്വാളിറ്റിയും കിട്ടണമെങ്കിൽ റൂട്ട് സ്ട്രോക്കിൽ ചെയ്തെടുത്ത ആപ്പിളായിരിക്കണം. അതാണ് നമ്മൾ കൊണ്ടുവന്നത്. എന്ന് പറഞ്ഞാൽ സീഡ്ലിംഗ് എന്ന് പറയുന്നത് കുരു ഇട്ട് കിളിപ്പിച്ചിട്ട് കിളുത്തു വരുന്നതിൽ നിന്ന് ഗ്രാഫ്റ്റ് ചെയ്താൽ ഓക്കെ, അത് സീഡ്ലിങ്സ് എന്ന് പറയും. അതുപോലെ തന്നെ റൂട്ട് സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ വേരിൽ നിന്ന് കിളിപ്പിച്ചെടുക്കുന്ന വെറൈറ്റി റൂട്ട് സ്ട്രോക്കുണ്ട്. M111 അങ്ങനെ അനേകം. അതിലൊരു സെലക്റ്റഡാണ് നമ്മുടെ ഏറ്റവും ബെറ്റർ ഏതാണെന്ന് നമ്മൾ പരീക്ഷിച്ചിട്ട് അതിൽ ബെറ്റർ ആയതാണ് ഞങ്ങളിവിടെ കൃഷി ചെയ്തത്. അതാണ് ഇത്ര റിസൾട്ട് ജനങ്ങൾക്ക് കൊടുക്കുന്നു. അതാണ് ഗ്രാഫ്റ്റഡ് റൂട്ട് സ്റ്റോക്ക് ഇപ്പം ടിഷ്യൂ കൾച്ചർ റൂട്ട് സ്റ്റോക്ക് ചെയ്തെടുത്ത ആപ്പിളിന് നല്ല വിലയുണ്ട്. ഏകദേശം ഒരെണ്ണം ചുമ്മാ ഹോൾസെയിൽ കിട്ടണേ പോലും നമുക്ക് 300 രൂപ അടുത്താവും. അപ്പോൾ നല്ല വെറൈറ്റീസ് കൊടുക്കുക. നമ്മളിവിടെ കായ്ച്ചത് വാങ്ങിപ്പോകുന്ന ആൾക്കാർ ഇവിടുന്ന് ചെറിയ തൈകൾ വാങ്ങുന്നു. DTDC വഴി എല്ലായിടത്തും എത്തിക്കുന്നു. ഈ കടുത്ത ചൂടാണ് ഈ വർഷം 2024. ഈ ചൂടിലാണ് കൊല്ലത്ത് ഏപ്രിൽ മാസത്തിൽ ആപ്പിൾ കായ്ച്ച് നിൽക്കുന്ന വീഡിയോ ഇട്ട്. ഇനി ഇതിൽ കൂടുതലൊന്നും ഒരു ജനങ്ങളും നമ്മളോട് ചോദിക്കേണ്ട. കാരണം ഇപ്പം എറണാകുളത്ത് ഈ കടുത്ത ചൂടിനാണ് നിറച്ച് കായ്ച്ച് നിൽക്കുന്ന ആപ്പിൾ. വയനാട്ടിൽ കായ്ച്ച് നിൽക്കുന്നത്. ഡൽഹിയിൽ ഇപ്പം അതിശക്തമായ ചൂടാണ്. മിറാക്കിൾ ഫാമിൻ്റെ ആപ്പിൾ കായ്ച്ചിരിക്കുന്നത് ഇവിടുത്തെ കാഴ്ചയൊന്നുമല്ല. ഞങ്ങളൊരു വീഡിയോ എടുക്കാൻ പോകണം. ഇനി ഫ്ലൈറ്റിൽ പോയി ചെന്നെടുത്ത് വരണം. അതിനൊരു ഇതുണ്ട്. മലയാളിയുടെയാണ്, ടെറസിലാണ് നിറച്ച് കായ്ച്ചിരിക്കുകയാണ്. ഇതുപോലല്ല, ഫുൾ കായാണ്. അപ്പോൾ അങ്ങനെയല്ല, ബാംഗ്ലൂരായി എല്ലായിടത്തുമായി. അപ്പോൾ അതിനെപ്പറ്റി
പിന്നെ നമ്മൾ നല്ല റിസൾട്ട് അതിനെപ്പറ്റിയുള്ള വിവരണങ്ങളെല്ലാം കൊടുക്കുന്നു. അതിന് എന്ത് ചെയ്യണം, എങ്ങനെ കൃഷി ചെയ്യണം, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. നമുക്കൊരു 21 വെറൈറ്റീസ് അന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 25-ന് മേളിലായി പല വെറൈറ്റീസ് നമ്മൾ പരീക്ഷിക്കുകയാണ്. അതിനകത്ത് ബെറ്ററാണ് ഇനിയും കൂടുതൽ ജനങ്ങളിലേക്ക് ഇറങ്ങുള്ളൂ. ഇനിയും ജനങ്ങളിലേക്ക് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സമയം കഴിഞ്ഞാൽ മിറാക്കിൾ ഫാമിന് ഏത് ബെറ്ററാണെന്ന് തോന്നുന്നു. നിങ്ങൾ മേടിക്കുന്നത് അന്ന എന്ന് പറയുന്ന ആപ്പിൾ, അല്ലെ സമ്മർ സോൺ, ഇല്ലെ ട്രോപ്പിക്കൽ സീറ്റ് മേടിച്ചു. അപ്പോൾ ഞങ്ങൾക്ക് പുതിയൊരു വെറൈറ്റി ഏറ്റവും ബെറ്ററായിട്ട് തോന്നിയാൽ ഇനി ഞങ്ങൾ തരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു കട്ടിങ്സ്, ഒരു ഇത് വേണം. ഇതുപോലെ ഈ പ്രൂൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഞങ്ങളൊരു കട്ടിങ്സ് തന്നാൽ മതി. ആ കട്ടിങ്സ് നിങ്ങൾ ഗ്രാഫ്റ്റ് വെട്ടുക, ഗ്രാഫ്റ്റ് ഇങ്ങനെ വെച്ച് ഗ്രാഫ്റ്റ് അടിച്ച് കഴിയുമ്പോൾ എന്താവും, ഇതേ ചെടി അതിലേക്ക് മാറും നിസ്സാര സമയം കൊണ്ട്. അപ്പം അതാണ് മിറാക്കിൾ ഫാമിൻ്റെ മറ്റൊരു ഒരു നേഴ്സറിക്കാരെ കുറ്റം പറയാനല്ല, ഏതെങ്കിലും ഒരു വെറൈറ്റി കൊണ്ട് 80 രൂപയ്ക്ക് കിട്ടുന്ന ആപ്പിൾ തൈ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് കൊടുക്കുകയല്ലെന്ന്. ഇനി നാളെ ഇതാണ് ബെറ്റർ എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് കൂടുതൽ ഞാൻ കൊണ്ട് കൃഷി ചെയ്യാൻ തുടങ്ങി, പെട്ടെന്ന് ഫ്രൂട്ട് സെറ്റ് ആകുന്നു. അപ്പോൾ ഇത് ചൂട് കാലാവസ്ഥ ഞാൻ പരീക്ഷിച്ച് ബെറ്റർ ആയാൽ ഞങ്ങളുടെ കസ്റ്റമേഴ്സിന് ഇനി ഒരു ആപ്പിൾ മേടിച്ചു വെച്ച് ഒരു 3 വർഷം നോക്കിയിരുത്തി കായ്പ്പിക്കേണ്ട. ആ ആപ്പിളിൻ്റെ കട്ട് ചെയ്യുക, നമ്മുടെ ഡിസംബർ മാസത്തിൽ ഇങ്ങനെ കട്ട് ചെയ്തതിന് ശേഷം അതൊരു പോലെ വെട്ടുക. അതാണ് കർഷകർക്ക് എളുപ്പം. എന്നിട്ട് ഇതൊരു ആപ്പ് പോലെ ചെത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് വെച്ചു, അടിയിൽ നിന്ന് കെട്ടി ജോയിൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എന്തായി, ഇതേ വെറൈറ്റി അവർക്ക് എത്തിക്കഴിഞ്ഞു. ആ വർഷം അവർക്ക് കിട്ടും. ഇതാണ് മിറാക്കിൾ ഫാം ചെയ്യുന്നത്. അപ്പം മിറാക്കിൾ ഫാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു തൈ കൊടുത്തു, ആ തൈ അങ്ങനെ പോയി, ഇങ്ങനെയല്ല. നിങ്ങൾക്ക് കിട്ടിയ വെറൈറ്റിയെ നിങ്ങൾ നല്ലപോലെ പരിപാലിച്ചു കൊണ്ടുപോകുക. നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ബെറ്റർ ഏതാണോ കേരളത്തിൽ പലതും പരീക്ഷിക്കുന്നു, അത് സൂപ്പർ ആയ ഒരു ചെറിയ കമ്പ് നിങ്ങൾ കൊണ്ടുപോയാൽ മതി. അവിടുത്തേലോട്ട് ഗ്രാഫ്റ്റ് അടിച്ചു. നിങ്ങൾക്ക് അത് അയക്കാനും സിമ്പിളാണ്. നല്ല പേപ്പറിൽ പൊതിഞ്ഞ് ഒരു തെർമോക്കോൾ ഷീറ്റിനകത്ത് പാക്ക് ചെയ്ത് അങ്ങോട്ട് വിട്ടാൽ ഒരു ചെറിയ പൈസയ്ക്ക് സ്പീഡ് പോസ്റ്റ് സാധനം എത്തും, ഇല്ല കൊറിയറായിട്ട് അയക്കും. അപ്പോൾ അതാണ് നമ്മളുടെ മനസ്സിൽ. ഇതുകൊണ്ട് ആപ്പിൾ ഒരു തൈ കൊടുത്തു കടന്നു പോകുന്ന ഒരു സിസ്റ്റമല്ല, ദൈവാനുഗ്രഹത്തെ. ബിജുവിൻ്റെ കഴിവോ ഒന്നുമല്ല ആപ്പിൾ കഴിച്ചത്, എല്ലാം ഒരു ദൈവാനുഗ്രഹം. ഞാൻ ദൈവവിശ്വാസി, അതാര് പറഞ്ഞാലും. നമുക്ക് ഈ ഹോട്ട് വെറൈറ്റി ആയിട്ടുള്ള എത്ര വെറൈറ്റികളുണ്ട് നമ്മുടെ അടുത്ത്? അതായത് നമുക്ക് ഇടുക്കി ജില്ലയിലും കേരളത്തിലും. ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പം നമ്മൾ നിൽക്കുന്നത് തീക്കട്ട ചൂടിന്. അതെ. ഇവിടെ അങ്ങ് കായ്ക്കുമല്ലെന്ന് എഴുതി തള്ളിയ റെഡ് ലവ് ഇതേ കായ്ച്ചു കിടക്കുന്നത്, വേറെ ഇതുണ്ടോ കായ്ച്ചു കിടക്കുന്നത്? അതുപോലെ തന്നെ എൻ്റെ ബാക്കിൽ ഇതേ ഞാനൊന്ന് അടക്കുക ഇങ്ങോട്ട്, ഇതേ കേട്ടോ, ക്യാമറ ഇങ്ങോട്ട് ഒന്ന് ഫോക്കസ് ചെയ്തു, കാണാം കൊലയായിട്ട്. ഓക്കെ, ഇങ്ങനെ ആയോട്ടെ. ഓക്കെ, റെഡ് ലവ് അല്ലേ അത്? അല്ല, ഇതുണ്ടോ കാഴ്ച കിടക്കുന്ന ഒരു വെറൈറ്റി. ഓക്കെ. അപ്പം ഇതേ എൻ്റെ ബാക്കിൽ കാഴ്ച കിടക്കുന്നു. എല്ലാത്തിലും ആപ്പിളുണ്ട്. ഈ ഒരു സെക്ഷൻ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ആപ്പിൾ വീണ്ടും ഒന്ന് മടുത്തിട്ട് പിന്നെ കായ്ക്കും. അപ്പോൾ ഇതേ ചോട്ട് കാഴ്ച കിടക്കുന്നു, ഒരു കൊച്ചിന് പറിക്കാവുന്നവർ കണ്ടോ. അപ്പോൾ ഇതാണ് ആപ്പിളിനെ പറ്റി പറയാനുള്ളത്. പിന്നെ എല്ലാ എക്സോട്ടിക് ഫ്രൂട്ട്സും മിറാക്കിൾ ഫാം ചെയ്തു തുടങ്ങി, സക്സസ് ആണ്. അടിമാലിയിൽ ഇരുമ്പുകാലത്ത് വലിയ 3.5 ഏക്കറിൽ ഒരു വലിയ പ്രോജക്റ്റ് ചെയ്തു, മൊത്തം പറിച്ച് തുടങ്ങുന്നു. വലിയ പ്ലാന്റുകളായി, അത് വേറെ ആളുടെയാണ്. നമ്മളാണ് അതിൻ്റെ ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ചെയ്തത്, വലിയ പ്രോജക്റ്റ് വരുന്നതിന്. അതുപോലെ തന്നെ വേറൊരു കേസ് അനേകടത്ത് അങ്ങനെ ചെയ്യുന്നു. ഞങ്ങൾ ഏക്കറേജ് കണക്കിന് ഈ അടുത്ത ഏറ്റവും വില കൂടിയ നട്ട് എന്ന് പറഞ്ഞാൽ PN കാഷ്യൂ നട്ട്, വാൽനട്ട്, അതുപോലെ ബദാം എന്ന് പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വില കൂടിയ മക്കഡാമിയ നട്ട് നമ്മൾ ഓൾറെഡി പ്ലാന്റേഷൻ ആരംഭിച്ചു. അതിൻ്റെ പ്ലാന്റ് നമുക്ക് എത്താൻ പോകുന്നു. നമുക്കിവിടെ വന്ന് കൃഷി തുടങ്ങി. ഇനി അത് ജനങ്ങളിലേക്ക് പറയാം. അത് ഏതും മഴ ജലാംശം ഉള്ളിടത്തോ എവിടെയും വയ്ക്കാം. കുരങ്ങോ വാവലോ ഒന്നും കൊണ്ടുപോകില്ല. നല്ല ചിരട്ടക്കനമുള്ള തൊണ്ടാണ് അതിൻ്റെ, നല്ല കൃഷിയാണ്. ഒരു പച്ചയ്ക്ക് വിറ്റാൽ പോലും നമുക്ക് തുക കിട്ടും. വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ പ്ലാന്റ് ചെയ്യാം. അത് ഏകദേശം ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ ഫുൾ ഒറ്റയ്ക്കും. ഏറ്റവും വില കുറച്ച രീതിയിൽ ടോപ്പ് ക്വാളിറ്റി. ഈ നമുക്ക് ഓസ്ട്രേലിയയുടെ ഉണ്ട്, അമേരിക്കയുടെ ഉണ്ട്, ഒരു 4-5 വെറൈറ്റീസ് ഉണ്ട്. ഏറ്റവും ബെറ്റർ ജനങ്ങളിൽ എത്തിക്കുക. അതൊരു കൃഷിയായി കേരളത്തിൽ മാറും. അനുയോജ്യമായ ഒരു കാലാവസ്ഥയാണ്. ഇവിടെ പണികൾ നടക്കുന്നതുകൊണ്ടാണ് ഈ സൗണ്ട് ഒക്കെ വരുന്നത്, അത് കാര്യമാക്കേണ്ട. ഫാമിൽ പല പണികൾ നടക്കുന്നു. ഓക്കെ, പിന്നെ മക്കഡാമിയ നട്ട് ഞങ്ങൾ ഏറ്റവും വില കുറഞ്ഞൊരു ഇതിലെത്തിക്കും. പിന്നെ എല്ലാ എക്സോട്ടിക്കൽ ഫ്രൂട്ട്സും മിറാക്കിൾ ഫാമിലെത്തി. അത് ബെറ്റർ എന്ന് കണ്ടത് നമ്മൾ എത്തിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു തരും, നിങ്ങൾ പരിപാലിക്കുക.
അപ്പോൾ നിങ്ങളുടെ മണ്ണ് എങ്ങനെയൊന്നും ഞങ്ങൾക്കറിയില്ല. ശ്രദ്ധിക്കുക, വയ്ക്കുക, ഇതാണ് പറയാനുള്ളത്. ചേട്ടാ, നമ്മൾ ഈ തൈ വെച്ച് കൊണ്ട് വയ്ക്കില്ലേ, ആ സമയത്ത് കായ്ക്കുന്നത് എത്ര ആപ്പിൾ കായ്ച്ചാലും അത് മുഴുവൻ നമുക്ക് വിളവെടുക്കാം, അതോ ലിമിറ്റ് ആക്കണോ? ആദ്യത്തെ 1 വർഷം 2 വർഷം അങ്ങനെ കൂട്ടിക്കൂട്ടിയാണോ എടുക്കേണ്ടത്? അങ്ങനെയൊന്നുമില്ല. ആദ്യം ഉണ്ടാകട്ടെ, പറിച്ചൊരു ടേസ്റ്റ് നോക്കി അവനൊരു സംതൃപ്തി ഉണ്ടാകട്ടെ, അത് കഴിയുമ്പോൾ ഉണ്ടാകുന്നതൊക്കെ പറിക്കട്ടെ. അങ്ങനെ പിന്നെ പ്രൂണിംഗ് ഒക്കെ നമ്മൾ വീഡിയോകൾ ഓൾറെഡി നമ്മൾ ചെയ്ത് കാണിച്ചു കഴിയും. ഡിസംബർ മാസത്തിൽ, ഡിസംബർ അല്ല ജനുവരി ചെയ്താൽ മതി. അപ്പം അങ്ങനെ നമ്മൾ ഒരു ഫലം കിട്ടി കഴിയുമ്പോൾ കർഷകനൊരു ഉഷാറാവും. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇനി ബെറ്റർ എന്ന് തോന്നുന്ന വെറൈറ്റി നിങ്ങളൊരു ആപ്പിൾ മേടിച്ച് വെക്കേണ്ടെന്ന്, ഇവിടുന്ന് ഒരു കമ്പ് മേടിച്ച് തരുന്നത് ഗ്രാഫ്റ്റ് ചെയ്താൽ മതി. ഇപ്പം തരാനില്ല, നാളെ തൊട്ട് കമ്പനി വിളിക്കില്ലാരും. ഞങ്ങളിവിടെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൃഷി ചെയ്ത് പരീക്ഷിക്കുന്നു. തെളിയുമ്പം നിങ്ങളെ ഞങ്ങൾ അറിയിക്കും യൂട്യൂബ് മിറാക്കിൾ ഫാമിലൂടെ. അപ്പോൾ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കാം, വാങ്ങാം. അപ്പോൾ വെറൈറ്റീസ് ഏതൊക്കെ നിങ്ങൾക്ക് ചെയ്യാമോ ചെയ്തെടുക്കാം, മെനക്കെടുന്നവർക്ക്. അപ്പം നമ്മൾക്കുള്ള ചെടികൾ കളയാൻ സൂക്ഷിക്കുക. അപ്പോൾ കൃത്യമായ ഒരു ഗൈഡൻസ് ഇത് വാങ്ങുമ്പോൾ ഒപ്പം കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് നമ്മളിവിടെ വരെ എത്തിയത്. മിറാക്കിൾ ഫാം ചെറിയൊരു സംരംഭമായിട്ട് വന്നു. അതിനു മുമ്പ് ഞാൻ അവാർഡ് കർഷകനൊക്കെയാണ്. ഇഷ്ടംപോലെ അവാർഡുകളുണ്ട്, 28ഓളം അവാർഡുകളുണ്ട്, സംസ്ഥാന അവാർഡുകൾ 3 അടക്കം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മളെല്ലാത്തിലും ഒരു ഒരു റിസർച്ചിങ് നടത്തും, പഠനം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എല്ലാ കൃഷികളും കൈകാര്യം ചെയ്താണ്. മൃഗസംരക്ഷണം, സമ്മിശ്ര കൃഷി ഫുള്ള്. അപ്പോൾ നമ്മളെല്ലാത്തിലും ഒരു പഠനം നടത്തുന്നുണ്ട്. ചേട്ടാ, നമുക്ക് ഈ ഒരു ആപ്പിൾ തൈകളാണെങ്കിലും എന്ത് തൈകളാണെങ്കിലും ഈ കർഷകർക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാന്ന് പറഞ്ഞല്ലോ, അത് എങ്ങനെയായിരിക്കും നിങ്ങൾ അവൈലബിൾ ആക്കി കൊടുക്കുന്നത്? എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ കൊടുക്കുന്ന നമ്പറുണ്ട്, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. വാട്സപ്പ് മെസ്സേജ് അയക്കുക, വാട്സപ്പ് ചെയ്യണം. അവർക്ക് വേണ്ട ഡീറ്റെയിലുകളെല്ലാം തരും. ഞായർ അവധിയാണ്. ഞങ്ങൾക്ക് വേറൊരു ശാഖകൾ ഒരിടത്തും ഇല്ല, ഒരു ബ്രാഞ്ചസും ഇല്ല. ഡയറക്റ്റ് മാത്രം കർഷകരിലേക്ക് ഞങ്ങൾ ഡയറക്റ്റ് എത്തിക്കുന്നു, കൃഷിക്കാരിലേക്ക്. ഞങ്ങളൊരു നഴ്സറിക്കാർക്കും കൊടുക്കുന്നില്ല. ഞങ്ങളുടെ വെറൈറ്റി ഞങ്ങൾ ആർക്കും കൊടുക്കാതെ ഞങ്ങൾ തന്നെ കൈകാര്യം ജനങ്ങളിൽ എത്തിക്കുന്നു. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ വരുന്നവർ കാണാൻ വരുന്ന രാവിലെ 9 തൊട്ട് 5 മണി വരെ എന്നുള്ള കൃത്യ ടൈം പാലിച്ചില്ലേ ഞങ്ങൾ ഗേറ്റ് അടയ്ക്കും. കാരണം ഇതൊരു വീടാണ്, ഇതൊരു കച്ചവട സ്ഥലമല്ല. ഇത് പറയാൻ കാരണം എന്നാന്ന് വെച്ചാൽ 6 മണി കഴിഞ്ഞൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വന്നാൽ ഞങ്ങളെ ക്ഷമിക്കുക, ഞങ്ങൾ തുറക്കില്ല. കാരണം ഞങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം, കഴിക്കണം, ഇതൊക്കെ കുറ്റം പറയുന്നല്ല. അനേകർ അങ്ങനെ വരുന്നു. നിങ്ങൾ കൃത്യം 9 to 5 ഈ സമയത്തിൽ വാട്സപ്പ്, ഈ സമയത്തിൽ വരിക, കാണുക, തൈകൾ വാങ്ങുക. ഇതൊക്കെ ഞങ്ങൾക്ക് പ്രത്യേകതയാണ്. ഞങ്ങളത് എടുത്തു പറയുന്നതിൻ്റെ കാരണം ഞായർ അവധിയാണ്, ആരും വരണ്ട. ശ്രദ്ധിക്കുക, വീഡിയോകൾ ഫുൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ പോരെ. ഒരുപാട് നന്ദി ചേട്ടാ.